ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1994 വർഷത്തിലെ ഒക്ടോബർ മാസത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മമ്മൂട്ടി, ജഗദീഷ്, മനോജ് കെ ജയൻ എന്നീ താരങ്ങളുടെ ചിത്രങ്ങൾ പുറത്തിറങ്ങിയ 94 ഒക്ടോബറിൽ ആകെ 4 ചിത്രങ്ങളാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. റിലീസ് ചെയ്ത 4 ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമേ സാമ്പത്തികമായി പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ 94 തരക്കേടില്ലാത്തൊരു മാസമായിരുന്നു ഒക്ടോബറിൽ കടന്നുപോയത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 94 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു ഒക്ടോബർ 7-ാം തീയതി തിയേറ്ററുകളിലെത്തിയ രാജസേനന്റെ വാർദ്ധക്യ പുരാണം. ജഗതി, നരേന്ദ്രപ്രസാദ്, ജനാർദ്ദനൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ മനോജ് കെ ജയനായിരുന്നു നായകതുല്യമായ വേഷം കൈകാര്യം ചെയ്തത്. നർമ്മത്തിൽ പൊതിഞ്ഞ ഒരു ഫാമിലി എന്റർടൈനറായി മാറിയ വാർദ്ധക്യ പുരാണം കോമഡി ഫാമിലി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രം ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ലോ ബഡ്ജറ്റും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. ശശിധരൻ ആറാട്ട് വഴി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ കനകയായിരുന്നു നായിക. മധുപാൽ, ഭരത് ഗോപി, അബി, ഇന്ദ്രൻസ്, പ്രേംകുമാർ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന വാർദ്ധക്യ പുരാണം ശരവണ പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 50 ദിവസം പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം കണ്ണൂർ രാജനായിരുന്നു നിർവഹിച്ചത്. 94 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു ജഗദീഷ് നായകനായി എത്തിയ ഞാൻ കോടീശ്വരൻ. കോമഡി ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഈ ചിത്രം ഒക്ടോബർ 20-നായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്തത് ജോസ് തോമസ് ആണ്. ജഗദീഷ് വ്യത്യസ്തത അവകാശപ്പെടുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഞാൻ കോടീശ്വരന്റെ തിരക്കഥയൊരുക്കിയത് ഗോവർദ്ധനായിരുന്നു. പ്രസാദം ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടിയെങ്കിലും റിലീസിംഗിൽ വന്ന ചില പ്രശ്നങ്ങളും മാർക്കറ്റിംഗിന്റെ അഭാവവും കാരണം ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. വിനോദിൻ നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ഇന്നസെന്റ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കുതിരവട്ടം പപ്പു, സുധീഷ്, മഹേഷ്, നീന കുറുപ്പ്, കബീർ മന്മാർ, രാജൻ പി ദേവ്, ബോബി കൊട്ടാരക്കര, ജോസ് പെല്ലിശ്ശേരി തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ഔസേപ്പച്ചനായിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 94 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 21-ാം തീയതി തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടി, സിബി മലയിൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ സാഗരം സാക്ഷി. AK ലോഹിതദാസ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം വാഴക്കുളി ഫിലിംസിന്റെ ബാനറിൽ ഔസേപ്പച്ചനായിരുന്നു നിർമ്മിച്ചിരുന്നത്. മമ്മൂട്ടി മികച്ച അഭിനയ പാടവം കാഴ്ചവെച്ച ഈ ചിത്രം നല്ലൊരു കുടുംബചിത്രം എന്ന പേര് നേടിയത് കൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ 1994 ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ഈ ചിത്രം മമ്മൂട്ടി സിബി മലയിൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ രണ്ടാമത്തെ ഹിറ്റ് ചിത്രമായി മാറി. സുകന്യ നായികാവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ കൊച്ചിൻ ഹനീഫ, രവി വള്ളത്തോൾ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ബിന്ദു പണിക്കർ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. തിലകനും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ദിലീപ് ഒരു അതിഥി താരമായി വേഷമിട്ടിരുന്നു. ശരത്തായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 94 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു ജഗദീഷ് സിദ്ദിഖ് കോമ്പിനേഷനിലെത്തിയ പാവം ഐവേ ഐവാച്ചൻ. ഒക്ടോബർ 28-ാം തീയതിയായിരുന്നു ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ഇന്നസെന്റ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് റോയ് പി തോമസ് ആയിരുന്നു. ജഗദീഷും സിദ്ദിഖും വീണ്ടും കോമ്പിനേഷനിലെത്തിയ ഈ ചിത്രം ഹാസ്യത്തിന്റെ മേമ്പടിയോടെ പറഞ്ഞ ഒരു സീരിയസ് ചിത്രമായിരുന്നു. തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ സാമാന്യ വിജയം നേടിയ ഈ ചിത്രത്തിന് റോയ് പി തോമസ് തന്നെയായിരുന്നു തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരുന്നത്. പനോരമ ക്രിയേഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ രാധാ പ്രശാന്തി എന്ന പുതുമുഖമായിരുന്നു നായികയായി എത്തിയിരുന്നത്. ഇന്നസെന്റ്, സിദ്ദിഖ്, ജഗദീഷ് എന്നിവരെ കൂടാതെ ജഗതി, ഗണേഷ് കുമാർ, സുമാ ജയറാം, ശ്രീവിദ്യ എന്നിവരും പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ ഈ ചിത്രത്തിന് രവീന്ദ്രനായിരുന്നു സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നത്. ആകെ സമ്മറി നോക്കുമ്പോൾ 94 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ 4 ചിത്രങ്ങളിൽ 2 ചിത്രങ്ങളിൽ ജഗദീഷ് അഭിനയിച്ചു. ഒരു ചിത്രത്തിൽ മനോജ് കെ ജയനും ഒരു ചിത്രത്തിൽ മമ്മൂട്ടിയും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തു. സക്സസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ റിലീസ് ചെയ്ത 4 ചിത്രങ്ങളിൽ 2 ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടി, ഒരു ചിത്രം ആവറേജ് വിജയം കൈവരിച്ചു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 62% ആണ്. ഇത്രയുമാണ് 94 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.